അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. ഇപ്പോൾ ഒരു കുരുക്ക് വീണ്ടും രണ്ടാമത്തെ വലിയ കുരുക്കിലേക്ക് പോയത് രണ്ടാമത്തെ കേസും കൂടി രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ പ്രോസിക്യൂഷനോട് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ ഹബിച്വൽ ഒഫൻഡർ ആണെന്ന് തെളിയിക്കാൻ നമ്മുടെ മുന്നിൽ രേഖകളൊന്നുമില്ലല്ലോ, വേറെ ഏതെങ്കിലും ഒരു കേസ് സമാനമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അത് ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലെ മറ്റു ആരോപണങ്ങളാണ്, അത് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന മട്ടിലാണ് ഇന്നലെ പ്രോസിക്യൂഷനെ ഡിഫൻസ് ലോയർ മറുപടി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഇയാൾ 2023 മറ്റൊരു പെൺകുട്ടിയെ 23ാമത്തെ വയസ്സിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ആ പെൺകുട്ടി ആകെ മാനസികമായി തകർന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ വിവാഹിതയോ വിവാഹമോചിതയോ ഒന്നുമല്ല. ആ പെൺകുട്ടി ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറായിരിക്കുന്നു. ഈ രണ്ടാമത്തെ കേസിൽ യുവതിയുടെ മൊഴി ഉടൻ തന്നെ എടുക്കാനല്ലേ SITയുടെ നീക്കം? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരാതി നൽകിയ പെൺകുട്ടിയെ ഉടൻ തന്നെ മൊഴിയെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ള പരാതി, ആ പരാതി ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന ആദ്യം KPCC അധ്യക്ഷനാണ്. ആ പരാതിയാണ് പിന്നീട് പോലീസിന് കൈമാറിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ പെൺകുട്ടിയെ ഏതാണ് എന്ന് കൃത്യമായി ഇതിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തി പിന്നീട് മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. സ്വാഭാവികമായും മൊഴിയെടുത്തതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ആ പരാതിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതി തന്നെയാണ് അതിനകത്തുള്ളത്. അതിനകത്തും ഈ പറയുന്ന രീതിയിൽ പീഡനം, അതുപോലെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ഭാഗമായി ആ പരാതിയുടെ ഭാഗമായി ഉൾച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ വകുപ്പുകളാണ് ഈ പറയുന്ന കേസിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അന്വേഷണ സംഘം സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പറയുന്ന രീതിയിൽ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന വരുന്ന കോടതി നടപടികളിലേക്ക് ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ സമാനമായ രീതിയിലുള്ള അല്ലെങ്കിൽ നേരത്തെ ഉയർന്നു വന്ന പരാതിയോളം ഗൗരവമുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇയാൾ മുൻപും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിരോധത്തിലേക്ക് ഈ രണ്ടാമത്തെ പരാതി രാഹുലിനെ കൂടുതൽ കുരുക്കായി മാറുന്നു എന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും രണ്ടാമതും ഉയർന്നു വന്ന ഈ പരാതി രാഹുലിനെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ രാഹുലിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഈ രണ്ടാമത്തെ പരാതി ഉയർന്നു വന്നതോടുകൂടി തന്നെ രാഷ്ട്രീയപരമായും രാഹുൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, പ്രതിരോധത്തിലേക്ക്, കൂടുതൽ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിനകത്ത് ഉടൻ തന്നെ ഈ രണ്ടാമത്തെ പരാതി നൽകിയ പെൺകുട്ടിയെ പോലീസ് അന്വേഷണ സംഘം സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ആ പരാതിയുടെ ഭാഗമായി ഉൾച്ചേർന്നിട്ടുള്ള രാഹുലിന്റെ കൂട്ടാളിയായിട്ടുള്ള ഫെനി നൈനാനെയും ഈ കേസിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനുമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ അല്ലെങ്കിൽ ഉടൻ തന്നെ കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഫെനി നൈനാൻ കൂടി ഈ കേസിന്റെ ഭാഗമാവുന്നതോടുകൂടി ഫെനി നൈനാനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം, ഫെനി നൈനാൻ ഈ പറയുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പീഡന പരാതികൾ, രാഹുലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിലേക്ക് കടന്നു വരാൻ ഫെനി നൈനാനെ കൂടി ഈ കേസിന്റെ ഭാഗമാക്കുന്നതോടുകൂടി കഴിയുമെന്നുള്ളതും ഈ രണ്ടാമത്തെ പരാതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ ഓക്കെ.